അപ്പൊ നമ്മള് ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതില് പാസ്കൽസ് ലോ വരെ എടുത്തു എന്നാണ് അറിഞ്ഞത്. അപ്പൊ പാസ്കൽസ് ലോ തൊട്ടുള്ളത് ടീച്ചറിന് വേഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ടീച്ചർ കേട്ടത്. അപ്പോൾ വിക്ടേഴ്സിൽ കുറച്ചും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് ഈ 2-3 ടോപ്പിക് കൂടി കഴിഞ്ഞാല് ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അതിന് മുന്നേ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ വീടുകളിലൊക്കെ ഈ JCB വരുന്ന കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ JCBയില് എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്? അതിന്റെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവർ ചെറിയൊരു ലിവറിൽ പിടിച്ചിട്ടാണ് എല്ലാ കൺട്രോളിങ്ങും നടത്തുന്നത് അല്ലെ? ഇവിടെ ചെറിയൊരു ലിവറിൽ നിന്ന് കൺട്രോളിങ് നടത്തുമ്പോ അവിടെ ഇത്രയും വലിയ അതിന്റെ ആ ഒരു ഹാൻഡ് വെച്ചിട്ട് അത് എന്ത് ചെയ്യണേ? ഈ മണ്ണെല്ലാം നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണെടുക്കുന്നു, മരങ്ങൾ പിഴുതു മാറ്റുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ഡ്രൈവറാണ്. ചെറിയൊരു ലിവറിലുള്ള കളികളാണ് അവിടെ മുഴുവൻ നടക്കുന്നത്. ഇനി അപ്പോ ഇത് എങ്ങനെയാണ് ഈ ഒരു എസ്കലേറ്റർ എന്നാണ് പറയാ. ആ ഒരു ഇങ്ങനെ നമ്മുടെ ഹാൻഡ് ഉണ്ടല്ലോ ഈ മണ്ണെടുക്കുന്നതിന്, അതിന് എസ്കലേറ്റർ എന്നാണ് പറയാ. അപ്പൊ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഈ ചെറിയൊരു ലിവറിലുള്ള ഈ ഒരു പ്രവർത്തനം വെച്ചിട്ട് എങ്ങനെയാണ് ഇത്ര വലിയ എസ്കലേറ്റർ മൂവ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുന്നത്? ഇനി വേറൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് പറയാണ്. നിങ്ങൾ വീട്ടില് ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഒരു ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ കൂട്, നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കവറില്ലേ, പുറമേയുള്ള കവറല്ല, ഇതാ ഇതുപോലെയുള്ള ടൂത്ത് പേസ്റ്റിന്റെ ഈ ഒരു കവർ, ഇത് നിങ്ങൾ എടുക്കാം. ഇതെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറയാണ്? ഫുൾ ടൈറ്റ്ലി അതിന്റെ അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളില് പിന്നെ വെച്ചിട്ട് ഒരു 3-4 ദ്വാരങ്ങൾ ഹോൾസ് ഇട്ട് വെക്കാം. എന്നിട്ട് അവർ പറയുന്നത് ഇതിന്റെ അകത്ത് ആദ്യം വെള്ളം നിറച്ചിട്ട് വേണം ഇത് അടച്ചു വെക്കാനായിട്ട്. ടൂത്ത് പേസ്റ്റിന് ഒഴിഞ്ഞു കൂടെടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യാ? ഇത് ഫുള്ള് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ചെറിയ 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 ദ്വാരങ്ങൾ ഇടാൻ പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാണ്? ഈ ട്യൂബിന്റെ ഏതെങ്കിലും ഭാഗത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് സ്ലൈറ്റ്ലി പ്രസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള ഭാഗത്ത്, ഈ ചിത്രത്തിലൂടെ ബാക്കിലാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ലൈറ്റ്ലി പ്രസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യാന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഒബ്സർവ് ചെയ്യാം? അതായത് ഈ ദ്വാരങ്ങളിലൂടെ, ഈ ഹോൾസിൽ കൂടെ എല്ലാം വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ? ഇനി ഇതൊക്കെ പോട്ടെ, നമ്മള് നോർമലി എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ നമ്മള് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോ അവിടെ എന്താ സംഭവിക്കണേ? നമ്മള് ടൂത്ത് പേസ്റ്റിന്റെ ചിലപ്പോ ഫ്രണ്ടിലാവാം, ചിലപ്പോ സൈഡിലാവാം, ചിലപ്പോ ബാക്കിലാവാം. ഇപ്പൊ ഒരു ഫുൾ ഫില്ലായിട്ടിരിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ പ്രസ് ചെയ്താലും ഫ്രണ്ടിൽ കൂടെ പേസ്റ്റ് വരും. അത് ശരിയല്ലേ? അപ്പൊ അതിന് എന്താ കാരണം? ഇപ്പൊ നമ്മള് എന്റെ സ്ഥലത്ത് തന്നെ പ്രസ് ചെയ്താലേ പേസ്റ്റ് വരുന്നൊന്നുമില്ല. നമുക്ക് എവിടെ വേണേലും പ്രസ് ചെയ്താൽ എന്ത് വരുന്നുണ്ട്? പേസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ 2 ഉദാഹരണങ്ങൾ, 2 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ 3ാമത്തെ എക്സാമ്പിൾ കൂടി പറയാണ്. സാധാരണ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ് എടുക്കാം. ഒരു പോളിത്തീൻ കവർ ആയാലും മതി. ഈ പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ട് ഇതില് നമ്മള് എന്ത് ചെയ്യാ? കുഞ്ഞു 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 ഹോൾസ് ഇട്ട് വെക്കാം. ഹോൾസ് ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യാനാ പറയണേ? ആദ്യം വെള്ളം നിറച്ച് വെറുതെ ഇങ്ങനെ പിടിക്കുക. പിടിക്കുമ്പോ ആ ഹോളുകളിൽ കൂടെ എല്ലാം എങ്ങനെയായിരിക്കും വെള്ളം വീഴുക? ഒന്ന് ഇമാജിൻ ചെയ്യാം ടീച്ചർ പറയുമ്പോ കേട്ടോ. നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങളൊരു പോളിത്തീൻ കവർ എടുത്തു, അതിനകത്ത് വെള്ളം നിറച്ചു, എന്നിട്ട് നിങ്ങൾ ഈ വെള്ളം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഈ ഓരോ ഹോളിൽ കൂടെയും എങ്ങനെയായിരിക്കും വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടാവാ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ബാഗില് ഒന്ന് പ്രസ് ചെയ്യാം. നമ്മളിപ്പോ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അത് നമ്മൾ ടൈറ്റ്ലി ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോ ഈ ഓരോ ഹോളിൽ കൂടെയും എങ്ങനെയായിരിക്കും വെള്ളം പുറത്തേക്ക് പോകുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കാം.
നമുക്കൊന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരിക്കും സംഭവിക്കുക. നമ്മള് വെറുതെ പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു കവറിനോട് ചേർന്ന് തന്നെ ഇത്തിരീശ വെള്ളം എല്ലാ ഹോളുകളിൽ നിന്നും ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പ്രസ് ചെയ്യണ സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഈ ഹോൾസിൽ കൂടെ വെള്ളം നല്ല ഫോഴ്സ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇങ്ങനൊരു കവറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ഈക്വൽ ആയിട്ട് നമുക്കിങ്ങനെ വെള്ളം പോണതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ നമ്മള് 3 എക്സാമ്പിളുകളാണ് ഇവിടെ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് isn't this due to the fact that pressure applied at any point of the bag is transmitted equally throughout the bag. അപ്പൊ ചോദിക്കാണ്, നമ്മുടെ ബാഗിന്റെ ഒരു സ്ഥലത്ത് കൊടുത്ത പ്രഷർ എല്ലാ ഹോളുകളിലേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്ത കാരണമാണോ ഇതുപോലെ ഒരേപോലെ വെള്ളം പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പോ നമ്മൾ 3 ഉദാഹരണങ്ങൾ കണ്ടു. 3 ഉദാഹരണങ്ങളിലും നമ്മൾ വേറൊരു സ്ഥലത്ത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതും എന്നാൽ ആ കൊടുക്കുന്ന പ്രഷർ ഒരേപോലെ കിട്ടുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, കവറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്കവേറ്ററിന്റെ കാര്യം. ഇതിലെല്ലായിടത്തും ചെറിയൊരു സ്ഥലത്ത് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയായിട്ട് കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തിറങ്ങിക്കൊണ്ട് ഒരു ലോ കൊണ്ടുവന്നു. ഈ ലോയുടെ പേരാണ് പാസ്കൽസ് ലോ. ബ്ലേസ് പാസ്കൽ കൊണ്ടുവന്ന ലോ ആണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 16 പാസ്കൽസ് ലോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ് പാസ്കൽസ് ലോ? The pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ലിക്വിഡ്, ഇതിന്റെ അകത്ത് ഈ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തില് നമ്മൾ എവിടെ വേണമെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിനുള്ളിലുള്ള ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്കൊരു ഉദാഹരണം എടുത്ത് പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ്, അതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചു വെക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ വെള്ളം നിറച്ചു വെച്ചു, എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു. അപ്പൊ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയില്ലേ. നമ്മൾ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് ഭാഗത്തും, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ഇരിക്കുന്നത് ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മള് ക്ലോസ് ചെയ്ത് വെച്ചു, നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ എന്ത് നിറച്ചു വെച്ചിട്ടുണ്ട്, നമ്മള് വാട്ടർ നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ലിക്വിഡ് എന്തുണ്ട്, ലിക്വിഡിന്റെ ക്ലോസ്ഡ് സിസ്റ്റം ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മള് എന്ത് ചെയ്തു, ചെറിയ ചെറിയ ഹോൾസ് ഇവിടെ ഇട്ടിട്ട് ഈ ടൂത്ത് പേസ്റ്റിന്റെ ഈ ട്യൂബിന്റെ എവിടെ വേണേലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താലും, ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്താലും ഒരേപോലെ ഈ ഹോൾസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ ഒരു ഹോളിൽ നിന്ന് കുറച്ച് കൂടുതലോ ഒരു ഹോളിൽ നിന്ന് കുറച്ച് കുറവോ ഒന്നുമല്ല, എല്ലായിടത്തും ഒരേപോലെയാണ് പുറത്തേക്ക് പോകുന്നത്. അതിനർത്ഥം എന്താ, നമ്മള് ഇതിനകത്ത് കൊടുക്കുന്ന
ഫോഴ്സ് എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത് ഈ എല്ലായിടത്തേക്കും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോൾസിനും ഈക്വൽ ആയിട്ട് പ്രഷർ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലിക്വിഡ് ഒരേ എമൗണ്ടില് ഇതിന് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ മുൻപ് പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം തന്നെ പാസ്കൽസ് ലോന് ഉദാഹരണങ്ങളായിട്ട് വരും. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്, നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകളാണ്. അപ്പൊ എന്താണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്? The pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇനി ഇത് ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് എടുത്തതിന് ശേഷം ടീച്ചർ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചറോട് ചോദിക്കാം. അത് പിന്നെയും പറഞ്ഞു തരാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് ഉള്ള ലിക്വിഡിന് എവിടെ വേണമെങ്കിലും പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അടുത്തൊരു ചോദ്യം ടീച്ചർ ചോദിക്കുകയാണ്, ഈ പ്രഷർ വെച്ചിട്ട് നമുക്ക് ലിക്വിഡിന്റെ വോളിയം കുറയ്ക്കാനായിട്ട് പറ്റുമോ? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ലിക്വിഡിന്റെ വോളിയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഉത്തരമായിട്ട് നമുക്ക് വേറൊരു, നമ്മുടെ അടുത്തൊരാൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഇതിന് ഉത്തരം കൊടുക്കാം. എങ്ങനെയാണെന്നറിയോ? ഒരു സിറിഞ്ച് എടുക്കാം. ഒരു സിറിഞ്ച് ടീച്ചർ വരയ്ക്കണമെന്ന് കറക്റ്റ് ആയിരിക്കില്ല, നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ. സിറിഞ്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇതെന്താ? പിസ്റ്റൺ. നമുക്ക് ഉള്ളിലേക്കും അകത്തേക്കും വലിക്കാനും ഇറക്കാനൊക്കെ ഉള്ള പിസ്റ്റൺ ആണിത്. ഇതിൽ കൂടെയാണ് നമ്മുടെ ഇതിനുള്ളിൽ കൂടെയാണ് ഇതിനകത്തേക്ക് ലിക്വിഡ് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി ഇതിൽ കൂടെ എന്ത് ചെയ്യില്ല, ലിക്വിഡ് കയറാനും ഇറങ്ങാനും ഒന്നും പറ്റില്ല. അത് കൂടെ ഒരു വഴി ഇത് മാത്രമുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. ഇതിനുള്ളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി നമ്മള് ഈ പിസ്റ്റണില് എത്ര പ്രഷർ കൊടുത്താലും ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവോ? ഇല്ലല്ലോ. കാരണം എന്താ? നമ്മളിവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. വോളിയം ഓഫ് ദ ലിക്വിഡ് cannot be changed using pressure. ടീച്ചർ ഇവിടെ ഒന്ന് എഴുതാം. ടെക്സ്റ്റിലുണ്ട്, എന്നാലും ഒന്ന് എഴുതാണ്. ഡെഫിനേഷൻ ടീച്ചർ എഴുതിയിട്ടില്ല, അത് ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കണം. ലോന്റെ ബേസിസ് ആണ് ഇതെന്ന് പറയുന്നത്. എന്താണ് പാസ്കൽ ലോന്റെ ബേസിസ് എന്ന് പറയുന്നത്? വോളിയം ഓഫ് എ ലിക്വിഡ് cannot be changed using pressure. നമുക്കൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിനുള്ളിലുള്ള ലിക്വിഡിന്റെ വോളിയം ഒരിക്കലും പ്രഷർ വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്തേ പോവുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ പാസ്കൽസ് ലോ എന്താണെന്ന് നമ്മൾ കണ്ടു. പാസ്കൽസ് ലോന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഈ പാസ്കൽസ് ലോ കൊണ്ടുവരാനായിട്ട് നമ്മളൊരു 3-4 എക്സാമ്പിളുകൾ കണ്ടു അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും ഈ പാസ്കൽസ് ലോന്. അതിലൊരു 3-4 ടീച്ചർ പറഞ്ഞുതരാം.
മായ്ക്കുകയാണേ. പാസ്കൽസ് ലോന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസസുകളെ നമ്മൾ കാണാൻ പോവാണ്. ഒന്ന് ഹൈഡ്രോളിക് ബ്രേക്ക്, രണ്ടാമത്തെ ഹൈഡ്രോളിക് ജാക്ക്, മൂന്നാമത്തെ ഹൈഡ്രോളിക് പ്രസ്, നാലാമത്തെ നമ്മളിപ്പോ തന്നെ കണ്ട എസ്കലേറ്റർ. ഓക്കെ, അപ്പൊ ഈ 4 എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക. നമ്മുടെ ഡെയിലി ലൈഫില് നമ്മൾ കണ്ടുവരുന്ന എക്സാമ്പിളുകളാണ്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, എസ്കലേറ്റർ. ഈ 4 നമ്മള് പാസ്കൽസ് ലോന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസുകളാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പാസ്കൽസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. പാസ്കൽസ് ലോന്റെ ബേസിസ് ടീച്ചർ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ എക്സാമ്പിളുകൾ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊരു പ്രവർത്തനം നോക്കാം. ഇതൊക്കെ ടീച്ചർ വേറെ നോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനം നോക്കാം. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 16 ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനൊരു ഇമേജ് നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 17 സ്റ്റാർട്ടിങ്ങില് ഫിഗർ 1.14. അതിനെ കുറിച്ചിട്ട് നമ്മളിത് പറയാൻ പോകുന്നത്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഫിൽ 2 ഐഡന്റിക്കൽ സിറിഞ്ചസ് വിത്ത് വാട്ടർ. ഇത് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ടീച്ചർ പറയുമ്പോൾ ആ ഫിഗർ വെച്ച് നോക്കാം. ഫിൽ 2 ഐഡന്റിക്കൽ സിറിഞ്ചസ് വിത്ത് വാട്ടർ. നമുക്ക് ഈ ചിത്രത്തില് 2 ഐഡന്റിക്കൽ സിറിഞ്ചസിനെ കാണാം. എന്നിട്ട് പറയാണ് ഈ സിറിഞ്ചുകള് വെള്ളം വെച്ച് ഫിൽ ചെയ്യാം. ഓക്കെ, കണക്ട് ദം വിത്ത് പ്ലാസ്റ്റിക് ട്യൂബ്. എന്നിട്ട് അതിന് രണ്ടിന്റെയും എൻഡുകള് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പ്ലാസ്റ്റിക് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. 2 സിറിഞ്ച് വെള്ളം എടുത്തു നമ്മള്. ഒരു സിറിഞ്ച് എക്സ്, ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ എക്സ് എന്ന് കൊടുത്തു, മറ്റേ സിറിഞ്ചിന്റെ പിസ്റ്റൺ വൈ എന്ന് കൊടുത്തു. രണ്ടും സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ വെള്ളം നിറച്ചു. എന്നിട്ട് ഇതില് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ ടെക്സ്റ്റിൽ എഴുതി പോകുന്നതാണ് നല്ലത്. ആദ്യത്തെ ചോദ്യം, പ്രസ് സ്ലൈറ്റ്ലി ഓൺ ദ എൻഡ് എക്സ്, വാട്ട് ഡു യു ഒബ്സർവ്? കണ്ടോ ക്വസ്റ്റ്യൻ? ആ ഫിഗറിന് താഴെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ് സ്ലൈറ്റ്ലി ഓൺ ദ എൻഡ് എക്സ്, വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഈ ഫിഗറില് ഈ എക്സിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യാൻ, അപ്പോ എന്തായിരിക്കും ഇതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുക? എക്സിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഇവിടെ നിന്നുള്ള പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ മുകളിലേക്ക് പൊന്തും അല്ലെ? അപ്പൊ നമുക്ക് അതിന് ഉത്തരമായിട്ട് എന്ത് എഴുതാം? പ്രസ് ലൈറ്റ്ലി ഓൺ ദ എൻഡ് എക്സ്, വാട്ട് ഡു യു ഒബ്സർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് എഴുതി വെക്കാം, സിറിഞ്ച് വൈ മൂവ്സ് അപ്പ്. സിറിഞ്ച് വൈ മൂവ്സ് അപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, brings the n, x and y to the same level
place a slotted weight of 1 Newton at the end of X. What happens at the end Y? അപ്പൊ നമ്മൾ എന്താ ചെയ്ത് കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യാതെ ചെയ്ത് എന്നിട്ട് വീണ്ടും പഴയ പോലെ ആക്കാൻ ഈ രണ്ട് പിസ്റ്റണും ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ട് ഈ എക്സില് എന്ത് ചെയ്യാൻ 1 ന്യൂട്ടൺ വെയിറ്റ് വെക്കാൻ പറഞ്ഞിരിക്കാം. ഈ 1 ന്യൂട്ടൺ വെയിറ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചത്. എന്തായിരിക്കും സംഭവിക്കുക? 1 ന്യൂട്ടൺ അല്ലെങ്കിൽ 100 ഗ്രാം വെയിറ്റ് നമ്മൾ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നേരത്തെ പോലെ എന്താ സംഭവിക്കും? ഇവിടെ നമ്മൾ 1 ന്യൂട്ടൺ വെയിറ്റ് വെക്കുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ട് ഈ വൈ എന്ത് ചെയ്യും? റൈസ് ചെയ്യും, പൊങ്ങും. അപ്പൊ അവിടെ നമ്മൾ എഴുതാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ദ സിറിഞ്ച് വൈ റൈസസ് അപ്പ്, അല്ലെങ്കിൽ മൂവ്സ് അപ്പ് എന്നോ റൈസസ് അപ്പ് എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നേരത്തെ ആൻസർ തന്നെയാണ് വരുന്നത്, സിറിഞ്ച് വൈ റൈസസ് അപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് place the weight of 1 Newton at the end Y as well. What do you observe now? ഇനി പറഞ്ഞിരിക്കണേ ഈ Y എന്ന് പറയുന്ന എൻഡില് നമ്മൾ ഈ 1 ന്യൂട്ടൺ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവിടെ കൊണ്ടുവയ്ക്കുക, ഒക്കെ പഴയ പോലെ ആക്കിയിട്ട് ഇവിടെ ഇത് കൊണ്ടുവയ്ക്കുക. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യണേ? അപ്പൊ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യാം? സോറി, പഴയ പോലെ ആക്കണ്ട. അതായത് ഇപ്പോ എക്സിൽ നമ്മൾ 1 ന്യൂട്ടൺ വെച്ചു, എക്സിൽ 1 ന്യൂട്ടൺ വെച്ച് കഴിഞ്ഞപ്പോ എന്തായി? ഇതൊന്ന് താഴ്ന്നു, അതിന് ഈക്വലന്റ് ആയിട്ട് ഇത് പൊങ്ങിയിട്ടുണ്ടാവും. ഇത് മാറ്റങ്ങളൊന്നും വരുത്തണ്ട, ആ വെയിറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ ഈ 1 ന്യൂട്ടൺ കാരണം ഇത് എത്രയാണോ പൊങ്ങിയത് അത് ഇതിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് അത് താഴ്ന്നോളും. അപ്പൊ ഇതെന്ത് ചെയ്തോളും? പൊങ്ങും. അപ്പൊ എന്തായി? ലാസ്റ്റ് നമുക്ക് എന്ത് കാണാം? രണ്ടും ഈക്വലായി. ആദ്യം ഇത് വെച്ചപ്പോ ഇത് താഴ്ന്നു, ഇത് പൊങ്ങി. നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്താണ്ട് ഈ വെയിറ്റ് പതുക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇതിപ്പോ പൊങ്ങിയിരിക്കുന്നത് താഴ്ന്നിരിക്കാട്ടോ, പൊങ്ങിയിരിക്കണേൽ നമ്മൾ വെയിറ്റ് കൊണ്ടുവച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പൊങ്ങിയ അത്രത്തോളം അത് 1 ന്യൂട്ടന് ഈക്വലന്റ് ആയിട്ട് അത് താഴും. അപ്പൊ ഇവിടെ നിന്ന് ട്രാൻസ്മിഷൻ നടന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇത് നോർമലി മുന്നേ താഴ്ന്നിരിക്കലായിരുന്നേ, അപ്പൊ ഇത് കുറച്ചൊന്ന് പൊങ്ങും. അപ്പൊ നമ്മൾ ഈ വെയിറ്റ് ഒക്കെ വെക്കുന്നതിന് മുന്നേ ഈക്വലന്റ് ആക്കി വെച്ചിരുന്ന ആ പൊസിഷനിൽ രണ്ടും എത്തും. അങ്ങനെയല്ലേ സംഭവിക്കുക? അപ്പൊ അതിന് ആൻസർ ആയിട്ട് അടിയിൽ എഴുതാം X and Y become equal. X and Y become equal. അങ്ങനെ എഴുതാട്ടോ. ഇനി അടുത്തത് വേറൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഹൈഡ്രോളിക് ജാക്കാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കാർ വാഷ് ഒക്കെ ചെയ്യണ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ? കാറിനെ നമ്മളിങ്ങനെ പൊക്കി പോണ കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കാണുന്ന സംഭവമൊക്കെ നമ്മുടെ ഈ പാസ്കൽസ് ലോന്റെ പ്രിൻസിപ്പിൾ അപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഫിഗർ 1.15 ഒബ്സർവ് ചെയ്യാട്ടോ, ആ പേജിൽ തന്നെയുള്ളത്. 2 cylinders of different area of cross section filled with water are connected using a pipe. കണ്ടോ? ഇത് ഒരു സിലിണ്ടർ, ഇത് ഒരു സിലിണ്ടർ. നമുക്കറിയാം ഇത് ചെറുതും ഇത് വലുതാ അല്ലെ? ഇത് ചെറിയ ക്രോസ് സെക്ഷൻ, ഇത് വലിയ ക്രോസ് സെക്ഷൻ. ഇതിനൊരു പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുക. A1 is the area of cross section of smaller piston and A2 that of bigger one. അപ്പൊ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. കാണാൻ പറ്റില്ല? ഇവിടെ ചെറിയൊരു പിസ്റ്റൺ, ഇവിടെ വലിയ പിസ്റ്റൺ. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. When a force F1 is applied on the piston X, ഇനി ഈ എക്സില് നമ്മൾ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? Then according to Pascal's law, pressure applied on the side X will equal to pressure experienced on the side Y. നമ്മൾ നേരത്തെ കണ്ട ഈ ചെറിയൊരു എക്സ്പെരിമെന്റിന്റെ കുറച്ചും കൂടെ ഒരു വലിയ വേർഷനാണ് ഇവിടെ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ F1 എന്ന് പറയുന്ന കുഞ്ഞൊരു ഫോഴ്സ് കൊടുത്താലും ആ പ്രഷർ കൊടുത്താലും ആ പ്രഷറിന് ഈക്വലന്റ് ആയിട്ടുള്ളത് ഇത് കണ്ടോ? ഇങ്ങനെ ആരോ കൊടുത്തിട്ട് പിന്നെ ആരോ മുകളിലേക്ക് കാണിച്ചിരിക്കണ കണ്ടോ? അതായത് ഇവിടെ കൊടുക്കണത് എന്തോ അത് ഇവിടേക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ X1 എന്ന് പറയുന്ന പിസ്റ്റണിൽ കൊടുക്കുന്ന ഫോഴ്സ് അത് ഈ Y എന്ന് പറയുന്ന പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? പ്രഷർ ഓൺ X
എക്സ് എന്ന് പറയുന്ന എൻഡിലെ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വൈയില് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിന് ഈക്വലന്റ് ആണ്. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? പ്രഷർ എന്ന് പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ ഈ സൈഡിലുള്ളതിന് നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ ചിത്രത്തിൽ നോക്കിയാൽ നമ്മൾ കാണാം F1 ആണ് കൊടുക്കുന്നത് എക്സ് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പൊ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് F1 ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒന്നാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A1 ആണ് അല്ലെ? അപ്പോ F1 ബൈ A1 ഈക്വൽ ടു ഇനി PY എന്ന് പറയുന്നത് ഏതാണ്? ഈ സൈഡ്. ഈ സൈഡില് ഫോഴ്സ് F2 ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. അപ്പൊ എന്ത് വന്നു? F2 ബൈ A2 വന്നു. ഇനി ഇതിന്ന് നമുക്ക് F2നെ പുറത്തേക്ക് എടുക്കാം. F2നെ ഇവിടെ നിർത്തിയിട്ട് A2നെ പ്രത്യേകം കൊണ്ടുപോകാട്ടോ. അപ്പൊ എന്തായി? F2 ഈക്വൽ ടു F2നെ ഇവിടെ നിർത്തി ബൈ A2 ഇങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു A2 ഇല്ലേ? സമത്തിന്റെ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോ ഓപ്പോസിറ്റ് ആയിട്ട് മാറില്ലേ? അപ്പൊ ഇവിടെ ഡിവിഷൻ ആയിട്ടല്ലേ കിടക്കണേ? അത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ മോളിലേക്ക് വരും. അതായത് F1 ഇൻറ്റു ഈ A2 അപ്പുറത്തേക്ക് വന്നു. അതായത് ഈ A2 ആണ് ഇപ്പുറത്തേക്ക് വന്നത്. A2 ബൈ A1 വന്നു. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഭംഗിയിൽ എഴുതാണെന്നുണ്ടെങ്കിൽ F1നെ നമുക്ക് ഇങ്ങനെ പുറത്ത് നിർത്തിയിട്ട് A2 ബൈ A1 എഴുതാം. കണ്ടോ? അപ്പോ F2 F2 is equal to F1 into A2 by A1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇത് ക്ലിയർ ആയി? ഇതുവരെ ചെയ്തത് പ്രഷർ എക്സ് എന്ന് പറഞ്ഞതിന്റെ പ്രഷർ വൈ എന്ന് പറഞ്ഞതിന്റെ പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും. പിയുടെ ഇക്വേഷൻ, പ്രഷറിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ബൈ ഏരിയ. എക്സ് എന്ന് പറഞ്ഞതിന്റെ F1 by A1 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞതിന്റെ F2 by A2 ആണ്. നമുക്കിതില് F2 എടുക്കണം. അതായത് നമുക്ക് ഇവിടെ ഇത്രയും ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം ഫോഴ്സ് കിട്ടിയെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F2 ആണ്. F2 എന്ന് പറഞ്ഞാൽ ഈ A2നെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോയി. അപ്പോ F1 ഇൻറ്റു ഇവിടെ ബൈ ആയിരുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോ, ഡിവിഷൻ ആയിരുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോ ഇൻറ്റു ആയി. F1 ഇൻറ്റു A2 ബൈ A1. അതുപോലെ തന്നെ നമ്മൾ F1നെ പുറത്തേക്ക് എടുത്ത് A2 ബൈ A1 എഴുതി. ക്ലിയർ ആയില്ലേ? ഇങ്ങനത്തെ ഇക്വേഷൻ F2 is equal to F1 A2 by A1. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡ് പിസ്റ്റൺ ഈസ് 100 times that of the ഫസ്റ്റ് പിസ്റ്റൺ. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സെക്കൻഡ് പിസ്റ്റൺ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സെക്കൻഡ് പിസ്റ്റൺ എന്ന് വെച്ചാൽ A2 അല്ലെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫസ്റ്റ് പിസ്റ്റൺ ഏതാ? A1. അപ്പോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സെക്കൻഡ് പിസ്റ്റൺ ഈസ് 100 times that of ഫസ്റ്റ് പിസ്റ്റൺ. ഒന്നാമത്തെ പിസ്റ്റന്റെ
100 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ A2 എന്ന് വിചാരിക്കാം. അതായത് ഈ A1നെ ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് A2 കിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. A1 നമുക്ക് കണ്ടാലും ചെറിയ പിസ്റ്റണാ, A2 എന്ന് പറയുന്നത് വലിയ പിസ്റ്റണാ. അപ്പൊ A1ന്റെ 100 ടൈംസ് ആണ് A2 എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു 100. നമ്മൾ 2 ടൈംസ് ഒക്കെ ഇൻറ്റു 2 അല്ല ചെയ്യാം. 100 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് F2 എന്തായിരിക്കും ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A2 is equal to A1 into 100 ആണ് അല്ലെ. അതായത് ഈ A1 ന്റെ ഇവിടെ എടുത്താൽ എന്താവും? A2 by A1 equal to 100 ആയി ഇല്ലേ. അപ്പൊ ഈ A2 by A1 ന്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 100 കൊടുക്കാം. A2 by A1 അല്ലേ ഇത്, അതെന്ന് പറയുന്നത് 100 ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ F2 equal to F1 into 100 ഇങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്ക് 100 F1 ആണ് F2 എന്ന് പറയാം. ക്ലിയർ ആയോ? ഇതും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ പാസ്കൽസ് ലോ എന്ന ഭാഗത്ത് പറയണത്. അപ്പൊ നമ്മൾ എന്താണ് പാസ്കൽസ് ലോ എന്ന് കണ്ടു, പാസ്കൽസ് ലോന്റെ ബേസിസ് എന്താണെന്ന് കണ്ടു, പിന്നെ അതിന്റെ ഡെയിലി ലൈഫിൽ വരുന്ന എക്സാമ്പിൾസ് കണ്ടു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? ഇതിന്റെ പിസ്റ്റൺ വെച്ച് സിറിഞ്ച് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സിമിലർ എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിക് ജാക്കിൽ വരുന്നത്, അത് കണ്ടു. നമ്മള് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷനിൽ നമ്മള് 100 ടൈംസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുമ്പോൾ വരുന്ന മാറ്റം കണ്ടു. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പോ F2 is equal to F1 A2 by A1 പഠിച്ചു വെച്ചാൽ മതി. ചിലപ്പോ പ്രോബ്ലത്തിൽ F1 കാണാനായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് F2 തന്നിട്ടുണ്ടാവും, A2 തന്നിട്ടുണ്ടാവും, A1 തന്നിട്ടുണ്ടാവും. അപ്പൊ സുഖല്ലേ F1 കാണാനായിട്ട്? അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ F1 ഇവിടെ നിർത്തി ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ ബാക്കിയെല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് F1 കണ്ടുപിടിക്കാം. ചിലപ്പോൾ നിങ്ങളോട് A2 കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് A1 തന്നിട്ടുണ്ടാവും, F1 തന്നിട്ടുണ്ടാവും, F2 തന്നിട്ടുണ്ടാവും. അപ്പൊ സുഖം. ഇപ്പൊ A1 കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്ക് F2 തന്നിട്ടുണ്ടാവും, F1 തന്നിട്ടുണ്ടാവും, A2 തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അങ്ങനെ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് എളുപ്പമായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.